കായിക രംഗത്ത് എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കാൻ രാജഗിരി ബിസിനസ് കോളേജ് നടത്തുന്ന ശ്രദ്ധേയമായ ഒരു ചുവടുവെപ്പാണ് രാജഗിരി ക്രിക്കറ്റ് ലീഗ്. ഭിന്നശേഷിക്കാർക്കായി കേരളത്തിൽ ഒരു ബിസിനസ് സ്കൂൾ സംഘടിപ്പിക്കുന്ന ആദ്യ ക്രിക്കറ്റ് ടൂർണമെൻ്റ് എന്ന ഖ്യാതിയോടെയാണ് RCLൻ്റെ തുടക്കം. ഇത് രാജഗിരി ക്രിക്കറ്റ് ലീഗ് സീസൺ 5 ആണ്. ഇത് നമ്മൾ സ്പെഷ്യലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ രാജഗിരിയിലെ സ്റ്റുഡൻസ് RBSലെ രാജഗിരി ബിസിനസ് സ്കൂളിലെ സ്റ്റുഡൻസ് ഓർഗനൈസ് ചെയ്യുന്നൊരു ഇവൻ്റാണ്. ഇത് 5th സീസണാണ്. നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മൊത്തം 6 ഡിസ്ട്രിക്ട്സിൽ നിന്നുള്ള ടീംസ് വന്ന് കളിക്കുന്ന ഒരു ഇവൻ്റാണ്. ഇത് ഫുള്ളി സ്റ്റുഡൻസ് മാനേജ് ചെയ്യുന്ന ഇവൻ്റാണ്. ഫുൾ സപ്പോർട്ട് ഓഫ് ദ കോളേജ്. നമ്മൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു വെൽഫെയറിന് വേണ്ടി നടത്തുന്നൊരു ഇവൻ്റാണ് മെയിനായിട്ട്. പല ടൈപ്പ് ഓഫ് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരുണ്ട്. അതിനകത്ത് ചിലരാണ് 1 ഹാൻഡ് കൊണ്ടാണ് ബോൾ ചെയ്യുന്നതും 1 ഹാൻഡ് കൊണ്ട് ബാറ്റ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന് 8 ഓവേഴ്സാണ് ഇവൻറ്റിന് മൊത്തം വരുന്നത്. ബേസിക്കലി ഇത് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂൾസൊക്കെ നോർമൽ ക്രിക്കറ്റ് പോലെയാണ്. ഇത് കൂടുതൽ ഇവർ മൈൻഡ് ഫോക്കസ് ചെയ്താണ് ഈ ഗെയിം കൂടുതലും കളിക്കുന്നത്. ഇവരുടെ ഈ സ്പെഷ്യലി ചാലഞ്ച്ഡ് ആയിരുന്നുള്ള കാറ്റഗറി ഇവർ നോക്കാറേ ഇല്ല. ഇവർ ഒന്നുകൂടെ ഇവരുടെ മൈൻഡ് ഫോക്കസ് ചെയ്ത് ഇവർ ഒരു ബെറ്ററായിട്ട് എങ്ങനെ ഒരു ഇവൻ്റ് ടാക്കിൾ ചെയ്യാമെന്നുള്ളതാണ് ഇവർ ഈ ഗെയിമിലൂടെ കാണിക്കുന്നത്. 2022 ഫെബ്രുവരിയിൽ രാജഗിരിയും കേരള ക്രിക്കറ്റ് അസോസിയേഷനും സംയുക്തമായാണ് ഈ സംരംഭത്തിന് തുടക്കമിട്ടത്. ഭിന്നശേഷിക്കാരായ കായിക താരങ്ങൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ആത്മവിശ്വാസം വീണ്ടെടുക്കാനുമുള്ള ഒരു വേദി ഒരുക്കുക എന്നതാണ് RCLൻ്റെ ലക്ഷ്യം. ഹായ്, ഞാൻ അനീഷ് പി രാജൻ. ഇന്ത്യക്ക് വേണ്ടി 2019 ഡിഫറൻ്റ്ലി ഏബിൾഡ് വേൾഡ് കപ്പ് കളിച്ചു. അതിൽ ബെസ്റ്റ് ബോളറായിരുന്നു. മനോരമ സ്പോർട്സ് സ്റ്റാർ ആയിരുന്നു 2019. ഇവിടെ ഇപ്പോൾ രാജഗിരി ക്രിക്കറ്റ് ലീഗ് സീസൺ 5 നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് പ്ലേയേഴ്സിന് അല്ലെങ്കിൽ ക്രിക്കറ്റേഴ്സിന് ഏറ്റവും വലിയൊരു വേദിയാണ് ഇന്ന് രാജഗിരി ക്രിക്കറ്റ് ലീഗ്. കാരണം രാജഗിരി ക്രിക്കറ്റ് ലീഗ് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം കേരളത്തിലുള്ള എല്ലാ ഡിഫറൻ്റ്ലി ഏബിൾഡ് ക്രിക്കറ്റേഴ്സിൻ്റെ ഒരു ആഗ്രഹമാണ് രാജഗിരി ക്രിക്കറ്റ് ലീഗ് എല്ലാ സീസണും കളിക്കണം എന്നുള്ളത്. കാരണം നമുക്ക് ഇത്രയും KCയുടെ ഇത്രയും മനോഹരമായ ഗ്രൗണ്ടിൽ കളിക്കാൻ കിട്ടുന്ന തന്നെ വളരെ ചുരുക്കം അവസരമാണ് ഈ ഭൂരിഭാഗം പ്ലേയേഴ്സിനും. ഞാൻ നോർമലി ക്രിക്കറ്റ് കളിക്കുന്നതാണ്. അണ്ടർ 17, അണ്ടർ 19 ഇടുക്കി ഡിസ്ട്രിക്റ്റ് സെൻട്രൽ സോൺ ടീമിലൊക്കെ ഉണ്ടായിരുന്നു നോർമൽ. 2017 ഇങ്ങനെ ഒരു ഡിഫറൻ്റ്ലി ഏബിൾ ക്രിക്കറ്റ് ഉണ്ടെന്ന് അറിഞ്ഞതും സെലക്ഷന് പോയതുമൊക്കെ. ഇത് ഇപ്പോൾ ഇങ്ങനെയുള്ള ടൂർണമെൻറ്റ്സ് ഇപ്പം ഞാൻ 2017 സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നത് കേരളം ഒരു മാച്ച് പോലും ജയിക്കാത്തൊരവസ്ഥയായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ആ ടീമിൻ്റെ നമ്മളിപ്പം എവിടെ പോയാലും ഏത് ടൂർണമെൻറ്റ് പോയാലും അറ്റ്ലീസ്റ്റ് സെമി ഫൈനൽസ് നമ്മൾ ചാമ്പ്യൻസായി, ഒരു സൗത്ത് സോൺ ടൂർണമെൻറ്റിൽ ചാമ്പ്യൻസായി. അങ്ങനെ എന്താ പറയുന്നത്, കേരള ടീം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എവരി ഇയർ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ടൂർണമെൻറ്റ്സാണ് അതിന് സഹായിക്കുന്നതും. അപ്പം രാജഗിരിക്കും RCLൻ്റെ മാനേജ്മെൻറ്റിനും ഒക്കെ ഒരു വലിയ നന്ദിയുണ്ട്. ഇതുപോലെ ഒരുപാട് ടൂർണമെൻറ്റ്സ് ഇനിയും ഉണ്ടാകട്ടെ. നിങ്ങളിപ്പം ഇന്ന് കളി കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പം അറിയാം ഓരോരുത്തരുടെ എഫേർട്ട് എന്താണെന്ന്. ഇപ്പം നോർമൽ ആൾക്കാർ ഇപ്പം നമ്മൾ കളിക്കാൻ പോകുമ്പോൾ നമ്മുടെ കോച്ച് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ നോർമൽ കളിക്കാർ ക്യാച്ച് വിടുന്നത് അത്രയും പോലും നമ്മൾ വിടാറില്ല. അപ്പം നമ്മൾ അത്രയും മൈൻഡിട്ടാണ് ഓരോ പ്ലേയേഴ്സും ഇതിനകത്ത് കളിക്കുന്നത്. അപ്പം കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ഇത് പലരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ ഇന്ത്യ കളിച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ക്രിക്കറ്റ് ഉണ്ടെന്ന് തന്നെ ഇവിടെ തന്നെ കുറേ ഡിഫറൻ്റ്ലി ഏബിൾഡോടെ. അപ്പം ഞാൻ തന്നെ അറിയുന്നത് 2006 തുടങ്ങി ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നത്. പക്ഷേ ഞാൻ 2017 അറിയുന്നത് ഇങ്ങനെ ഒരു ക്രിക്കറ്റ് ഉണ്ടെന്ന്. അപ്പം എല്ലാവരും ഇത് അറിയണം, ഇങ്ങനെയൊരു ക്രിക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നോർമൽ ക്രിക്കറ്റ് പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം. പരിമിതികൾ ശരീരത്തിനാണ്, മനസ്സിനല്ല എന്ന് തെളിയിക്കുന്നതാണ് ഓരോ കളിക്കാരൻ്റെയും പ്രകടനം. ഫിസിക്കലി ചാലഞ്ച്ഡ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് RCL രാജഗിരികാരൻ നടത്തുന്നത്. പക്ഷേ കേരളത്തിലെ കേരള ക്രിക്കറ്റ് ഫോർ ഫിസിക്കലി ചാലഞ്ച്ഡ് ഒരു അസോസിയേഷനുണ്ട്. അതിൻ്റെ കീഴിലാണ് നമ്മൾ പല ചെയ്തതും സെലക്ഷൻസ് നടത്തി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുംബൈ പോയി. മുംബൈ നന്നായിട്ട് കളിച്ചു. സെമി ഫൈനൽ നമ്മൾ തോറ്റു. പക്ഷേ ഒരുപാട് പ്ലേയേഴ്സുണ്ട്. ആ പ്ലേയേഴ്സിന് ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് അനീഷ് രാജനാണ്. അനീഷ് പി രാജൻ ഞാൻ ആസ് എ ക്രിക്കറ്റ് കോച്ച്, ഞാൻ സ്പോർട്സ് അതോറിറ്റിൻ്റെ ക്രിക്കറ്റ് കോച്ചായിരുന്നു. റിട്ടയറായി. അത് 2018 തൃപ്പൂണിത്തുറ ക്ലബിൽ വന്നപ്പോൾ അനീഷ് രാജനോട് ഉണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ എനിക്കും അറിയില്ല ഇങ്ങനത്തെ ഫിസിക്കലി ചാലഞ്ച് ക്രിക്കറ്റ് ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബാച്ച്മേറ്റ്, NISൽ എപ്പോഴും ബാച്ച്മേറ്റ് ഉമേഷ് കുൽക്കർണിജി അങ്ങേരോട് ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു ഇങ്ങനെ ഫിസിക്കലി ചാലഞ്ചിൻ്റെ ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഉണ്ട്,
വേണമെങ്കിൽ പ്ലേയേഴ്സിനെ അയക്കാം. അങ്ങനെയാണ് നമ്മൾ 2019 അനീഷിനെ അയച്ചത്. ആൻഡ് വേൾഡ് കപ്പ് ടീമിൽ അനീഷ് ഇടം നേടി. ആൻഡ് ബെസ്റ്റ് ബോളറായിട്ട് അനീഷ് തിരഞ്ഞെടുത്തു. നല്ല പെർഫോമൻസ് ആക്കാൻ നമ്മൾ കാണുമ്പോൾ നമുക്ക് നോർമൽ പേഴ്സൺ തോന്നും, പക്ഷേ ദേ ആർ നോട്ട് ഫിസിക്കലി ചാലഞ്ച് എനിമോർ. അവർ നോർമൽ ക്രിക്കറ്റ് പോലെ തന്നെ കളിക്കുന്നു. പിന്നെ നമ്മൾ മാച്ചസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവരെല്ലാവരും കളിക്കുന്ന എറിയുന്ന ബോൾസ്, കളിക്കുന്ന ഷോട്ട്സ് എല്ലാം ഇറ്റ് വാസ് ബട്ട് വെരി വെരി നാച്ചുറൽ ഷോട്ട്സ്. ആൻഡ് മുന്നോട്ട് പോകണം. ആൻഡ് ഇറ്റ് ഇസ് എ ഗുഡ് സൈൻ ആൻഡ് മെനി മോർ പീപ്പിൾ ഷുഡ് കം ഫോർവേഡ്. ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് പുറമെ കായിക താരങ്ങളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള സെലിബ്രേഷൻ ഓഫ് എബിലിറ്റീസ് പോലുള്ള പരിപാടികളും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു. കായിക ആവേശത്തിനൊപ്പം മനുഷ്യത്വത്തിൻ്റെ വലിയൊരു സന്ദേശം കൂടിയാണ് രാജഗിരി ക്രിക്കറ്റ് ലീഗ് പകരുന്നത്.